അനീഷിന് ഫാൻസ് ഉണ്ടാവുമെന്ന് എനിക്ക് അകത്തുനിന്ന് അറിയായിരുന്നു. അനീഷിന് ഫാൻസ് ഉണ്ടാവുന്നുള്ള കാര്യം അകത്ത് നിന്നപ്പോ തന്നെ എനിക്ക് ഒറ്റപ്പെടലും സാധനമൊക്കെ ഭയങ്കര സംഭവമാണെന്ന് വിചാരിക്കും. ബാക്കിയുള്ളവരാണെങ്കിൽ ഈ പുല്ല് വിലയും കൊടുത്തിട്ടും ഇത് മനസ്സിലാകാതെ ഈ വണ്ടി മുമ്പോട്ട് ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രൂപം എന്താ പറയാൻ പറ്റുള്ളൂ. അതെ, ആ ഒരു രൂപം തന്നെയാണ് അനീഷ്. സാധാരണക്കാരെ പുച്ഛമുള്ള സാബുമോൻ ഇന്നലെ ബിഗ് ബോസ് വീടിനുള്ളിൽ കാണിച്ചു കൂട്ടിയ ചില കാര്യങ്ങളുണ്ട്. അനീഷിനോട് പറഞ്ഞ പല കാര്യങ്ങളും, അനീഷിനോട് കാണിച്ച പല കാര്യങ്ങളും നമുക്ക് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാനായിട്ട് പറ്റില്ല. പലരും അനീഷ് പറഞ്ഞത് തെറ്റാണ്, അനീഷ് ഒരു സാധാരണക്കാരനല്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറെ പേര് വീഡിയോ ഇടുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇന്നലെ ഞാൻ ഈ ഒരു വിഷയത്തെ വീഡിയോ ഇടായിരുന്നത് എല്ലാവരും ഒന്ന് ഇട്ട് കഴിയട്ടെ, എല്ലാവരും എല്ലാവരുടെ അഭിപ്രായങ്ങൾ പറയട്ടെ എന്ന് കണ്ടുകൊണ്ട് തന്നെ ഒന്ന് വെയിറ്റ് ചെയ്തതാണ്. അപ്പോഴത്തേനും പലരും പല രീതിയിലാണ് പറയുന്നത്. അനീഷ് വലിയ നെൽപ്പാടമുള്ള ഒരു സമ്പന്നനാണ്, അതുമാത്രമല്ല അനീഷ് ഒരു സാധാരണക്കാരനല്ല, അവന് എഴുത്തുകാരനാണ്, അതോടൊപ്പം തന്നെ അവന് സോഷ്യൽ മീഡിയയിൽ ഫോളോവേഴ്സ് ഉണ്ട്, അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ പേര് എത്തുന്നുണ്ട്. എന്നാൽ ഒരു കാര്യം ഈ പറയുന്നവരൊന്ന് ശ്രദ്ധിച്ചു വെച്ചാൽ നന്നായിരിക്കും. അനീഷ് ഒരു കോമണർ കാറ്റഗറി തന്നെയാണ് ബിഗ് ബോസ് വീടിനുള്ളിൽ ലാലേട്ടൻ നമ്മളെ പരിചയപ്പെടുത്തിയത്, അല്ലേ? ആണ്. അദ്ദേഹം ഒരു എഴുത്തെഴുതുന്നുണ്ടെന്ന് കണ്ടുകൊണ്ട് അദ്ദേഹം ഒരു കോമണർ അല്ലാതിരിക്കാനുള്ള എന്താണുള്ളത്? നമ്മളൊക്കെ അറിയുന്നത് അനീഷിനെ ബിഗ് ബോസ് വീടിൻ്റെ ഉള്ളിൽ വന്നതിന് ശേഷമാണ്. പിന്നെ ഒരു ചാനൽ, ഒരു പ്രത്യേകതര ഒരു ചാനൽ ഈ അനീഷിനെ ഡീഗ്രേഡ് ചെയ്യാനായിട്ട് പ്രത്യേകം അങ്ങോട്ട് തുനിഞ്ഞിറങ്ങിയിരിക്കുന്ന പോലെ ഞാൻ എൻ്റെ ശ്രദ്ധയിലും പെട്ടു. ആ ചാനലിന്റെ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ തലയിൽ കൈവച്ചു പോകും. അതുപോലത്തെ കാര്യങ്ങളാണ് പുള്ളിക്കാരൻ പറയുന്നത്. പുള്ളിക്കാരൻ പറയുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം. ആദ്യം നിങ്ങൾ അറിയേണ്ടത് ഈ സാബുമോൻ എന്താണ് അനീഷിനോട് പറഞ്ഞെന്നുള്ളത്. അതിനകത്ത് അനീഷിനെതിരെ സാബുമോൻ ഉപയോഗിച്ച ഒരു വാക്കുണ്ട്. ഇന്നലെ ബിഗ് ബോസ് ഒരു മോർണിംഗ് ടാസ്ക് കൊടുത്തിരുന്നു. ആ ടാസ്കിന്റെ അകത്ത് സാബുമോന്റെ ഉയർച്ച താഴ്ചകളെ കുറിച്ചും ബിഗ് ബോസ് വീടിന്റെ അകത്ത് വന്നപ്പോൾ ഉണ്ടായ മാറ്റങ്ങളെ കുറിച്ചും ഒക്കെയാണ് ചോദിച്ചത്. അപ്പൊ പലരും പല ചോദ്യങ്ങൾ തിരിച്ചു ചോദിക്കുന്നുണ്ട്. അതിന് മറുപടിയായിട്ട് സാബുമോൻ പല കാര്യങ്ങളും പറയുന്നുണ്ട്. ആ സമയത്താണ് അനീഷ് ഒരു ചോദ്യം ചോദിക്കുന്നത്. ഇതുപോലെ ഈ ബിഗ് ബോസ് വീട്ടിലേക്ക് കുറെ സാധാരണക്കാർ വരുന്നതിനോട് എന്താണ് അഭിപ്രായം എന്നോട് ചോദിച്ചപ്പോൾ ഈ ചോദ്യം ഇവിടെ പ്രശസ്തിയില്ല, ഇതിന് ഉത്തരം ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ അത് ഇഗ്നോർ ചെയ്തു. അത് കഴിഞ്ഞ ശേഷം അനീഷ് ചോദിച്ചു, അത് എന്തിനാണ് ഇഗ്നോർ ചെയ്യുന്നത്, അതിനൊരു മറുപടി പറയരുതോ എന്ന രീതി ചോദിക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ ഈ പുള്ളിക്കാരൻ പറയുകയാണ്, ഈ സാധാരണക്കാരനായിട്ടുള്ള ഒരു 5 പേരെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ എടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും, അതിനൊരു എന്താ പറയുക, അതിനൊരു തിളക്കമുണ്ടാകും, അത് കുറച്ചുകൂടെ ജെന്യുവിൻ ആയിരിക്കും എന്ന രീതിയിൽ അനീഷ് പറയുന്നു. കാരണം മറ്റുള്ളവരൊക്കെ ആക്ടിങ് ഫീൽഡിൽ നിന്നുള്ളവരാണ്, അപ്പൊ അവർ കുറെ കൂടെ അഭിനയിച്ച് നിൽക്കാനായിട്ട് സാധിക്കുമെന്ന രീതിയിൽ അനീഷ് പറയുന്നു. അപ്പൊ ഇത് കുറച്ചുകൂടെ സാധാരണക്കാരായിട്ടുള്ള പിന്നെ ടീച്ചർമാർ, അതോടൊപ്പം തന്നെ വീട്ടമ്മമാര്, അങ്ങനെ തുടങ്ങി ആ ഒരു ലെവലിലുള്ള കർഷകര്, അങ്ങനെ ആ ഒരു ലെവലിൽ നിൽക്കുന്ന കുറെ സാധാരണക്കാരുണ്ട്. അവരെയൊക്കെ കൊണ്ടുവന്ന് ഈ ഷോയിനെ കുറച്ചുകൂടെ എന്താ പറയുക ജീവനുറ്റതാക്കാനാണ് അനീഷ് അവിടെ പറയുന്നത്. അപ്പൊ അത് കേൾക്കുമ്പോൾ അതിനെ ഒന്ന് അംഗീകരിക്കാനോ അല്ലെങ്കിൽ അത് ശരിയാണ് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നായിരിക്കും എന്ന് പറയുന്നത് വിട്ടിട്ട് ഇവർക്കൊക്കെ ഒരു ഈഗോ അടിക്കുകയാണ് അനീഷിനോട്. അപ്പോഴത്തേനും അനീഷിനെതിരെ അങ്ങ് അറ്റാക്കാണ്. അനീഷ് പറയുന്നതുമല്ല, അവിടെയുള്ള മത്സരാർത്ഥികളെല്ലാം കൂടെ അനീഷിനെ അങ്ങ് അടിച്ചങ്ങ് താഴ്ത്താൻ വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഷാനവാസാണ് ഏറ്റവും വലിയ മുമ്പിൽ നിൽക്കുന്നത്. ഷാനവാസ് പറയുന്നത് ഇവൻ ഇങ്ങനെയാണ്, ഇവൻ ഇങ്ങനെ പറയുന്നു, അങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അനീഷിനെ അടിച്ചതാക്കാനായിട്ട് ശ്രമിക്കുന്നു. അപ്പൊ ഈ പറയുന്ന ഈ സാബുമോൻ ഒരു കാര്യം പറയുന്നുണ്ട്, അത് നിങ്ങൾ കേട്ടു നോക്കുന്നു. അതെ, പറഞ്ഞു കേട്ടോ, യു ആർ ബിക്കം എ റേസിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പുള്ളിക്കാരൻ പറയുന്നത്. വെച്ച് കഴിഞ്ഞാൽ വംശീയവാദി എന്നുള്ള ഒരു അർത്ഥമാണ് അതിന് വരുന്നത്, അല്ലേ? ഞാനൊന്ന് അടിച്ചു നോക്കട്ടെ അതിന്റെ അർത്ഥം എന്താ വരുന്നതെന്ന്. റേസിസ്റ്റ് എന്ന പദത്തിന്റെ അർത്ഥം എന്ന് വെച്ചാൽ വംശീയ വിരുദ്ധൻ എന്നുള്ള ഒരു അർത്ഥമാണ് വരുന്നത്. അതായത് വംശീയ വിവേചനം കാണിക്കുന്ന ഒരാൾ. അതാണോ അനീഷ് ഇവിടെ? അനീഷ് വംശീയ വിവേചനമാണോ അവിടെ കാണിച്ചത്? അനീഷിന്റെ ഒപ്പീനിയൻ പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് അനീഷിനെ അവിടെ വിലയിരുത്തുന്നത്. എങ്ങനെ ഇരിക്കുന്നു? അത് കഴിഞ്ഞതിന് ശേഷം ബിഗ് ബോസ് ഒരു റോസ്റ്റിംഗ് ടാസ്ക് കൊടുത്തിരുന്നു. അതായത് സാബുമോൻ മറ്റുള്ള മത്സരാർത്ഥികളെയൊക്കെ റോസ്റ്റ് ചെയ്യുക, അതോടൊപ്പം തന്നെ മത്സരാർത്ഥികൾക്ക് തിരിച്ചും ഈ സാബുമോനെ റോസ്റ്റ് ചെയ്യാനൊരു അവസരം കൊടുത്തു. സാബുമോൻ എല്ലാവരെയും റോസ്റ്റ് ചെയ്ത് വരുന്ന സമയത്ത് അനീഷിനെ കുറിച്ച് പല കാര്യങ്ങൾ ഈ പുള്ളിക്കാരൻ പറഞ്ഞു. അതായത് നിലപാടില്ലാത്തവനാണെന്നും അങ്ങനെ തുടങ്ങി എന്താ പറയുക, ഒരു കാര്യം തന്നെ പിന്നെ റിപ്പീറ്റ് അടിച്ച് പറയുന്നു പറയുന്നു. പിന്നെ പുള്ളിക്കാരൻ പറഞ്ഞൊരു കാര്യം, സാധാരണക്കാരന്റെ കാർഡ് എടുക്കുന്നു എന്ന് പറയുന്നു, ഒറ്റപ്പെടലിന്റെ ആ ഒരു ഗെയിം എടുക്കുന്നു എന്ന രീതിയിലൊക്കെ അനീഷിനോട് പറഞ്ഞു. എന്നിട്ട് പറയുന്നുണ്ട് ഇതെല്ലാം കൂടെ അടങ്ങിയ ഒരു രൂപമാണ് അനീഷ് എന്ന് പറയുന്നത്. എന്ത് രൂപമാണ് അനീഷ്? എന്തിന്റെ രൂപമാണ്? അനീഷ് ഒരു മനുഷ്യനല്ലേ? അതിനെ വേറൊരു രൂപത്തോട് സാമ്യപ്പെടുത്തിക്കൊണ്ട് ഈ സാബു സംസാരിച്ചു. സാബു വലിയ ഒരു എന്താ പറയുക സീസൺ 1 വിജയിക്കുകയായിരിക്കാം, പക്ഷേ പറയുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ ഒക്കെ ഇതാക്കണം. പുള്ളിയെ എന്താ പറയുക ഒരു വ്യക്തിഹത്യ ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ എന്താ പറയുക അദ്ദേഹത്തെ ബോഡി ഷേമിങ് ചെയ്യുന്ന പോലെ, അതായത് ഒരു രൂപവുമായിട്ടൊക്കെ സാദൃശ്യപ്പെടുത്തിക്കൊണ്ട് പുള്ളിക്കാരൻ അവിടെ സംസാരിച്ചു. അത് കഴിഞ്ഞ് അനീഷ് മറുപടി പറഞ്ഞു. കൃത്യമായിട്ടുള്ള മറുപടി ഈ പറയുന്ന അദ്ദേഹത്തിന് കൊടുത്തു.
കൊടുത്തതിന് ശേഷം അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞു. ഇതെല്ലാം കൂടെ അടങ്ങുന്ന ഒരു രൂപമാണ് അനീഷ് എന്നുള്ളത്. ആ രൂപത്തിന്റെ പേരാണ് അനീഷ് എന്ന് പറഞ്ഞുകൊണ്ട് അനീഷ് അത് അവസാനിപ്പിക്കുന്നു. പുറത്തെങ്ങനെയാണോ അകത്തും അനീഷ് അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അനീഷ് ആ ഒരു കാര്യം അവിടെ നിർത്തുന്നത്. എന്തായാലും ഈ പറയുന്ന അനീഷിനെ കുറിച്ച് ആ ചാനൽ പറഞ്ഞ കാര്യം നിങ്ങളൊന്ന് കേൾക്കണം. കാരണം അനീഷ് ഒരു സാധാരണക്കാരനല്ല. പുള്ളിയുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാലാണ് സാധാരണക്കാരൻ. മോഹൻലാൽ സിനിമ ചെയ്യുന്നതേ ഉള്ളൂ, പക്ഷെ അദ്ദേഹമാണ് സാധാരണക്കാരൻ. ഈ പറയുന്ന അനീഷ് സാധാരണക്കാരനല്ല. എടാ, അങ്ങനെയാണെങ്കിൽ മോഹൻലാൽ എങ്ങനെയാടാ നമ്മളെ ഈ പരിചയപ്പെടുത്തുന്നത്? സാധാരണക്കാരനാണ് ഈ പറയുന്ന അനീഷ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ പുള്ളി പറഞ്ഞ ആ കാര്യങ്ങൾ നിങ്ങളൊന്ന് കേട്ടു നോക്കുക, അത് കഴിഞ്ഞ ശേഷം പറയാം. അനീഷ് പറയുന്നുണ്ടായിരുന്നു, അതായത് 5 കോമണർ എങ്കിലും ഇവിടെ വരണം. എന്റെ ആഗ്രഹപ്രകാരം ബിഗ് ബോസ് ഈ കാര്യം നേരത്തെ തന്നെ അവിടെ ചെയ്തിട്ടുണ്ട്. 5 അല്ല 14 കോമണേഴ്സ് ഈ സീസണിൽ തന്നെ ഉണ്ടായിരുന്നു. പുള്ളി പറയുന്നത് അനീഷ് 5 പേർക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ 14 കോമണേഴ്സ് ആ ബിഗ് ബോസ് വീടിനുള്ളിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി പറയുകയാണ്. എന്നിട്ട് പുള്ളി ഒരു ലിസ്റ്റ് അങ്ങോട്ട് വെക്കുക. എന്താ പുള്ളിയുടെ ലിസ്റ്റ് എന്നറിയാമോ? ആദില, നൂറയും എല്ലാം കോമണേഴ്സ്മാരാണ്. അവരൊക്കെ എന്താ പറയുക, സാധാരണക്കാരാണ്. അവരൊക്കെ കോമണറായിട്ട് മാത്രമാണ് ബിഗ് ബോസ് വീടിനുള്ളിലേക്ക് കയറിയിരിക്കുന്നത് എന്നാണ് ഈ വിദഗ്ധൻ കണ്ടുപിടിച്ചിരിക്കുന്നത്. എന്തായാലും അത് കണ്ടു നോക്കി. അനീഷ് 5 പേർക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ 14 കോമണേഴ്സ് ഉണ്ടായിരുന്നു. നമുക്ക് നോക്കാമല്ലോ. ഒന്ന് അനീഷ് കോമണർ എന്ന പേരോട് കൂടിയാണ് വന്നത്. നെവിൻ ഏത് സെലിബ്രിറ്റിയാണ്? എനിക്കറിയില്ല നെവിൻ സെലിബ്രിറ്റി ആണോ എന്നുള്ളത്. ഒരു സാധാരണക്കാരനാണ് നെവിൻ. ആദില സെലിബ്രിറ്റി ആണോ? അല്ലേ അല്ല. നൂറ സെലിബ്രിറ്റി ആണോ? അല്ലേ അല്ല. ഈ പുള്ളിക്കാരൻ പറയുന്നു ആദില, നൂറ എന്ന് പറയുന്നത് ഒരു സെലിബ്രിറ്റികളെ അല്ല എന്നാ പറയണേ. ഇവരുടെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇവരുടെ എന്താ പറയാ, ഇവരുടെ ഫേസ് ഫെമിലിയർ ആണ്, എല്ലാവർക്കും അറിയാം. പിന്നെ ഈ പറയുന്ന നെവിനെ കുറിച്ച് പറയുന്നു. നെവിൻ ബിഗ് ബോസ് വീടിനുള്ളിൽ കയറി വന്നത് ഒരു ഫാഷൻ കൊറിയോഗ്രാഫി ആയിട്ടും അതോടൊപ്പം തന്നെ പുള്ളിക്കാരനെ പലരും അറിയുന്നത് കൊണ്ടാണ് പുള്ളിക്കാരൻ അങ്ങനെ അങ്ങോട്ട് കയറി വന്നിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, പിന്നെ അടുത്ത പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാബുമോൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫുഡ് ബ്ലോഗറാണ്. പുള്ളിക്കാരനെ അറിയാത്തവരായിട്ട് ആരുമില്ല. ഈ പറയുന്ന ഒനിയൽ വരെ അദ്ദേഹത്തെ റോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഒനിയൽ വരെ ഉള്ളിൽ പറഞ്ഞു. അദ്ദേഹത്തെ എല്ലാവരും അറിയുന്നതാണ്. അതുപോലെയാണോ അനീഷ്? പുള്ളിക്കാരൻ എന്ത് വിലയിരുത്താണ് ചെയ്യുന്നത് നോക്കിക്കോണം. പിന്നെ അനീഷ് ജോലി ചെയ്ത ഒരു TV അവതാരകനായിട്ട് ജോലി ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ എന്താ ഒരു സാധാരണക്കാരനാവത്തില്ലെന്നൊക്കെയാണ് ഈ പുള്ളി പറയുന്നത്. അത് മാത്രമല്ല, പുള്ളിക്കാരന് ഒരു യൂട്യൂബ് ചാനലുണ്ട്. എടാ, ഈ പറയുന്ന അനീഷ് പറഞ്ഞ പോലെ തന്നെ 99% ആൾക്കാരും ഇപ്പൊ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും എന്ത് പറയുക, ഈ പറയുന്ന സെലിബ്രിറ്റികളാണെന്ന് പറയാൻ പറ്റത്തില്ല. അഭിലാഷിനെയൊക്കെ ഈ പുള്ളിക്കാരൻ ഉൾപ്പെടുത്തുന്നുണ്ട്. അഭിലാഷ് എന്നൊക്കെ പറയുന്ന ആൾക്കാര് എത്ര 8 ലാഖ് ഒക്കെ മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ള ആൾക്കാരാണ്. അവരെയൊക്കെ സാധാരണക്കാരെന്ന് എങ്ങനെയാ പറയാൻ പറ്റുക? സാധാരണക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലിബ്രിറ്റികൾ അല്ലാത്ത, അതായത് ഇവരെ വലിയ ഫെമിലിയർ അല്ലാത്ത ഒരു സാധാരണ കർഷക കുടുംബത്തിൽ നിന്ന് വരുന്ന അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെയാണ് നമ്മൾ സാധാരണക്കാരെന്ന് പറയുന്നത്. അപ്പൊ ഈ അങ്ങനെ നോക്കുമ്പോൾ സാധാരണക്കാരൻ എന്ന് പറയുന്ന ഒരു ലേബലിൽ വന്ന ഒരാളാണ് അനീഷ്. അല്ല എങ്കിൽ എഴുത്തുകാരൻ, കലാകൃത്ത് അങ്ങനെയൊക്കെ പറഞ്ഞൊരു ലേബലിൽ വരണമായിരുന്നു. അനീഷ് സാധാരണക്കാരൻ എന്ന ലേബലില് മൈജിയുടെ ഇത് അനുസരിച്ച് പുള്ളിക്കാരൻ ഉള്ളിലേക്ക് വന്ന ഒരാൾ തന്നെയാണ്. ഇനി പുള്ളിക്കാരൻ പറയുന്ന ബാക്കിയോടെ കേട്ടു നോക്കും. ശാരിക ഒരു അവതാരകയാണ്. അവരൊരു പ്രോഗ്രാമിൽ സോഷ്യൽ മീഡിയയിലെ ചില ചാനലുകളിലൊക്കെ അവതാരകയായിട്ട് ഇരുന്നു എന്നുള്ളതല്ലാതെ ശാരിക അങ്ങനെ അറിയപ്പെടുന്ന ഒരു സെലിബ്രിറ്റി ആണോ അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് ആണോ? അല്ലല്ലോ. ഒരു അവതാരക, തൊഴിൽ കൊണ്ട് അവതാരക. അനീഷ് എഴുത്തുകാരനും ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനും ഒക്കെ ആയതുപോലെ ഒരു അവതാരകയാണ്. അടുത്ത ഒണിയിൽ അദ്ദേഹം എവിടുത്തെ സെലിബ്രിറ്റിയാണ്? അദ്ദേഹം സോഷ്യൽ മീഡിയയിലൊക്കെ അറിയപ്പെടുന്ന, അദ്ദേഹത്തിന്റെ പ്രൊഫഷനിൽ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരാൾ. പുള്ളിക്കാരൻ പറയുന്നത് ശാരിക, ഹോട്ട് സീറ്റ് ശാരികയെ കുറിച്ചൊക്കെയാ പറയുന്നത് കേട്ടോ. അവരൊക്കെ ഒന്നും അല്ലെന്നാ പറയണേ. പക്ഷെ അത് എത്രയോ മില്യൺ സബ്സ്ക്രൈബർ ഉള്ള ആ ഒരു ചാനലിന്റെ അവതാരകയാണ്. പുള്ളിക്കാരി ഫെമിലിയർ ഒന്നുമല്ല, പുള്ളിക്കാരി സാധാരണക്കാർ. എടാ, എല്ലാവരും സാധാരണക്കാരാണ്. പക്ഷെ അവിടെ ബിഗ് ബോസ് വീടിനുള്ളിലേക്ക് കയറി വന്ന ആ ഒരു ലേബൽ മറ്റുള്ളവരുടെ മുമ്പിൽ അവരെ അറിയപ്പെടുന്നത്, അതുകൊണ്ടാണ് അവരെ എന്താ പറയാ സെലിബ്രിറ്റികൾ എന്നറിയപ്പെടുന്നത്. ലാലേട്ടൻ പോലും സാധാരണ കുടുംബത്തിൽ ജനിച്ചു വന്ന ആൾക്കാരാണ്. മമ്മൂട്ടി ആയിക്കോട്ടെ, എല്ലാവരും അങ്ങനെയൊക്കെ വന്നവരാണ്. പക്ഷെ അവർ എന്താ പറയാ പബ്ലിക് ഫിഗർ ആകുമ്പോൾ അല്ലെങ്കിൽ അവരൊരു സെലിബ്രിറ്റികളാകുമ്പോൾ അവരെ സെലിബ്രിറ്റികൾ എന്ന് തന്നെയാണ് വിളിക്കേണ്ടത്. ഷാനവാസ് പോലും ജനിച്ചു വന്ന ആ ഒരു കഷ്ടപ്പാടൊക്കെ അങ്ങനത്തെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ അതല്ല, ഇപ്പൊ സെലിബ്രിറ്റിയാണ്. ഇപ്പം ഷാനവാസിനെ കണ്ടു കഴിഞ്ഞാൽ രുദ്രൻ എന്ന് എല്ലാവർക്കും അറിയാം. അതാണ് അനുമോള് സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന ആളാണ്. പക്ഷെ ഇപ്പോ അങ്ങനെ അല്ല. ഇപ്പൊ അനുമോളെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അനുമോളുടെ അടുത്ത് പോയി സെൽഫി എടുക്കുന്ന ആൾക്കാരാണ് എല്ലാവരും. ഇനി അനീഷിനെ നമുക്ക് ഒരിക്കലും കോമണർ എന്ന് വിളിക്കാൻ പറ്റത്തില്ല. ഇനി അനീഷ് വെളിയിറങ്ങി കഴിഞ്ഞാൽ എല്ലാവരും സെൽഫി എടുക്കും, എല്ലാവരും അടുത്ത് വരും. അപ്പൊ അനീഷ് സെലിബ്രിറ്റി ആയി കഴിഞ്ഞു. പക്ഷെ ഇതിനു മുമ്പ് അതല്ല. അപ്പൊ അനീഷ് പറഞ്ഞ ഒരു കാര്യം, ഒരു കോമണർ ആയിട്ട് കുറെ പേരെ എടുക്കണം ബിഗ് ബോസ് വീടിനുള്ളിലേക്ക്. അപ്പൊ കുറെ കൂടെ ഇതിനൊരു ജീവൻ തുടിക്കുന്ന പോലെ ആവും. അല്ല എങ്കിൽ എല്ലാം അഭിനയിച്ച് നിൽക്കുകയാണെന്നാണ് പറയുന്നത്. സത്യമാണ്, എല്ലാം അവിടെ അഭിനയിച്ച് നിൽക്കാൻ അതുങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അത് വളരെ കൃത്യമാണ്. ഒരു ജീവൻ തുടിക്കണമെങ്കിൽ സീസൺ 5 അത് ഒറിജിനലിന്റെ സീസൺ ആയതുകൊണ്ട് തന്നെ അത് ഒറിജിനൽ ആയിട്ടാണ് ആ ഒരു സീസൺ വന്നത്. ഇവിടെ ഓരോ ടാഗ് ലൈൻ വെക്കുന്നതിനനുസരിച്ച് ഇവർ അഭിനയിക്കുകയാണ് അവിടെ. അതുകൊണ്ടാണ് ആ ഒരു സീസൺ നമുക്ക് കണ്ടിരിക്കാൻ തോന്നാത്തത്. അതാണ് അതിന്റെ ഒരു രീതി. ഈ സീസൺ നിങ്ങൾ എടുത്ത് നോക്കൂ, ഇതൊന്നും ഇല്ല, വെറും ഫ്ലോപ്പായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാരണം എന്താണ്?
ഇതുപോലെ ഓരോ ടാഗ്ലൈൻ വെക്കുന്നതോടുകൂടി തന്നെ ഇവിടെ കുറെ അഭിനയിക്കാൻ കുറെ എണ്ണത്തിനെ കൊണ്ടിടുന്നതോടുകൂടി തന്നെ അത് ജനങ്ങൾക്ക് മടുത്തുപോകും. ഇവർ ഓൾറെഡി അഭിനയിക്കുന്ന ആൾക്കാർ ഉള്ളിൽ ചെന്നും അഭിനയമാണ്. അത് അനീഷ് പറഞ്ഞു. കുറെ പേരെ സാധാരണക്കാരെ കൊണ്ടുവരാൻ വേണ്ടി ആ സാധാരണക്കാരനായിട്ട് പോയിട്ട് സാധാരണക്കാർക്ക് വേണ്ടി ശബ്ദം ഉയർത്തി അനീഷ്. അത് പറയേണ്ട കാര്യങ്ങൾ പുള്ളി പറഞ്ഞു, അത്രേ ഉള്ളൂ. ഈ പറയുന്ന ഇവരൊക്കെ അവിടെ നിൽക്കുന്നതിൽ ബിഗ് ബോസ് കാണുന്ന സാധാരണക്കാർ വോട്ട് കൊടുത്തിട്ടാണ് അവരവിടെ നിൽക്കുന്നത് പോലും. 99% ആൾക്കാരും സാധാരണക്കാരാണ് ഇവർക്ക് വോട്ട് കൊടുക്കുന്നവർ. അവരാണ് TV കണ്ടിട്ട് കുത്തിയിരുന്ന് വോട്ട് കൊടുക്കുന്നതും ഈ സീരിയൽ കാണുന്നതും എല്ലാം. അപ്പൊ സാധാരണക്കാരെന്ന് പറയുന്ന ആൾക്കാരെ ബിഗ് ബോസ് വീട്ടിലേക്ക് കയറ്റി വിടണം. പിന്നെ ഗോപിക ഒരു സാധാരണക്കാരിയായിരുന്നു. ചെറിയ ചെറിയ വീഡിയോകൾ ചെയ്യുമെങ്കിലും പുള്ളിക്കാരി ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് സാധാരണക്കാരിയായിട്ട് വന്നതാണ്. പക്ഷേ സീസൺ 6 വന്നിരിക്കുന്ന അവരെ രണ്ടുപേരെ നമുക്ക് സാധാരണക്കാരെന്ന് പറയാൻ പറ്റത്തില്ലായിരുന്നു. രണ്ടുപേരും കുറെ കൂടെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയായിരുന്നു. അപ്പൊ അതുകൂടെ നമ്മൾ ചിന്തിക്കണം. അപ്പൊ അനീഷിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അനീഷ് ഒരു സാധാരണക്കാരൻ തന്നെയാണ് എന്നാണ് എന്റെ വിലയിരുത്തൽ. പിന്നെ നെൽപ്പാടം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് സാധാരണക്കാരനല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലരൊക്കെ എത്തുന്നുണ്ട്. എന്തായാലും അനീഷിനെ കുറിച്ച് അഭിലാഷ് ഈ സീസണിൽ ഉണ്ടായിരുന്ന അഭിലാഷ് പറയുന്ന ചില കാര്യങ്ങളുണ്ട്, അതൊന്ന് കേട്ടുപോയി. അനീഷിന്റെ ഗെയിം സ്ട്രാറ്റജി വെച്ചിട്ട് എനിക്കൊരു ഇതുണ്ടായിരുന്നു. അനീഷ് നല്ല പ്ലെയറാണ്. അനീഷിന് പുറത്ത് അത്യാവശ്യം ഓഡിയൻസ് സപ്പോർട്ട് ഉണ്ടായിരുന്നു. അത് ഞാൻ വിചാരിച്ചതുപോലെ തന്നെ നടന്നു. അതിൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഓഡിയൻസുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ എൻ്റെ അതേ വ്യൂവിൽ തന്നെ പുറത്തിറങ്ങിയപ്പോൾ എനിക്ക് അറിയാൻ സാധിച്ചു. അതിലൊക്കെ വളരെ സന്തോഷമുണ്ട്. ഫാൻസ് ഉണ്ടാവുമെന്ന് എനിക്ക് അകത്തുനിന്ന് അറിയാം. അനീഷിന് ഫാൻസ് ഉണ്ടാവും എന്നുള്ള കാര്യം അകത്ത് നിന്നപ്പോൾ തന്നെ എനിക്കറിയായിരുന്നു. അത് അനീഷിന്റെ ഹാർഡ് വർക്ക് മൂലമാണ് അനീഷിന് ഫാൻസ് ഉണ്ടായത്. അല്ലാതെ അനീഷ് കാശ് കൊടുത്ത് PR വെച്ചിട്ടല്ല എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക. ചിലരൊക്കെ അനീഷ് അങ്ങ് PR ആണെന്ന് പറയുന്നുണ്ട്. എന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കുന്നതെന്ന് അറിയാമോ? എന്തായാലും കൊള്ളാം. എന്തായാലും പ്രേക്ഷകരെ നിങ്ങൾക്ക് സത്യം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ വോട്ട് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ അത് മാത്രമല്ല, എന്നും അനീഷിനെതിരായിട്ട് ഷാനവാസ് പല കാര്യങ്ങളും പറയുന്നുണ്ട്. രാവിലെ തന്നെ അനീഷിനെതിരെ ഉടക്കിക്കൊണ്ട് ഷാനവാസ് എത്തുന്നുണ്ട്. ഷാനവാസ് പറയുന്നു, അക്ബറിനെതിരെ പറഞ്ഞിട്ട് കുഴപ്പമില്ലായിരുന്നു, അനീഷ് എന്തിനാണ് ഈ സാബുമോനെതിരെ അറ്റാക്ക് ചെയ്തത് എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. അനീഷിനോട് ചോദിച്ച കാര്യത്തിൽ അനീഷ് പറഞ്ഞു, അത് മുൻധാരണ വെച്ചുകൊണ്ട് ഈ പറയുന്ന സാബുമോനെ അറ്റാക്ക് ചെയ്തു എന്നൊക്കെയാണ് ഈ ഷാനവാസ് പറയുന്നത്. പൊളിച്ചെടുക്കും, നിന്നെ ഞാൻ പൊളിച്ചെടുക്കും എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഈ പറയുന്ന ജയിൽ നോമിനേഷനിൽ പറയുന്നുണ്ട്, മിത്രമെന്ന ഒരു ഇതും വെച്ചുകൊണ്ട് എന്റെ വാ മൂടിക്കെട്ടാൻ നോക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. ഇവരെ ആര് മിത്രമായിട്ട് വെച്ചു? അനീഷിന്റെ അടുത്ത് വന്ന് മിത്രത്തിന്റെ ആ ഒരു ഇതും പിടിച്ചുകൊണ്ട് അനീഷിനെ എന്താ പറയാ വീഴ്ത്താൻ വേണ്ടി നോക്കിയവൻ ഇപ്പൊ പറയുകയാണ് അനീഷ് മിത്രമായിട്ട് വെച്ചുകൊണ്ട് അവന്റെ വാ മൂടി കെട്ടുന്നതെന്ന്. അനീഷ് ഒന്നുമില്ല, അവൻ പറയേണ്ടത് ആരുടെ മുഖത്തായാലും തുറന്നടിച്ച് പറയുന്ന ഒരു പ്രകൃതമാണ് അവൻ്റെത്. അല്ലാതെ ഇത് വേറൊരു ഗെയിമാണ്, ഇതൊരു തന്ത്രമാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയുന്നത് എന്തുവാന്ന് മനസ്സിലാവുന്നില്ല. പോട്ടെ, അത് അദ്ദേഹത്തിന്റെ ഗെയിം ആണെങ്കിൽ തന്നെ പിന്നെ ബിഗ് ബോസ് വീട്ടിൽ എന്തിനാ പോയിരിക്കുന്നത്? തിന്നു കുടിച്ച് അവിടെ ഉറങ്ങാനല്ലല്ലോ. അവിടെ പോയിരിക്കുന്ന എല്ലാ കണ്ടന്റും കൊടുക്കാനും അത് കാണുന്ന പ്രേക്ഷകർക്ക് എന്തെങ്കിലും ചിന്തിക്കാനും അല്ലേ. അപ്പൊ പിന്നെ അത് പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഷാനവാസ് അങ്ങ് കത്തി കയറുകയാണ്. മീശയും പിരിച്ച് എന്തോ വലിയ മാസാണെന്ന് നോക്കി ആസായി എന്നും പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇനി എന്തൊക്കെ നടക്കും നമുക്ക് കാത്തിരുന്നതിനെ കാണാം. എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശം മസ്റ്റ് കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നതിലേക്ക് എല്ലാവർക്കും